ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ബബിത ബബീനെ അറിയായിരിക്കും. അപ്പോൾ പുള്ളിക്കാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് 9 ലക്ഷത്തിന് മുകളിൽ യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിക്കാരി ഈ അടുത്ത് നമ്മുടെ ജോഷ് ടോക്കിനകത്ത് വന്നിട്ട് പുള്ളിക്കാരിയുടെ ലൈഫിനകത്ത് ഉണ്ടായ കുറച്ച് ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒന്ന് നോക്കണമെങ്കിൽ പുള്ളിക്കാരി എന്ന് പറയുന്നതാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരിക്ക് ഒരാളായിട്ട് ഇഷ്ടത്തിലായി. അപ്പോൾ ഈ ഒരാളായിട്ട് ഇഷ്ടത്തിലാവുമ്പോഴത്തേക്കും നമുക്കറിയാമല്ല, ഈ വീട്ടുകാർക്കൊക്കെ മിക്ക വീട്ടുകാരും നമ്മളാരെങ്കിലും ആയിട്ട് ഇഷ്ടത്തിലാവുന്നതാണെങ്കിൽ വീട്ടുകാരൊക്കെ ഇത്തിരി മുടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർക്ക് എന്ത് ചെയ്ത് ആ ഒരു ഇഷ്ടത്തിന് അവരോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർ നന്നായിട്ട് എതിർത്തിട്ട് ലാസ്റ്റ് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടപടിയാവാത്തതുകൊണ്ട് പുള്ളിക്കാരി എന്നിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് ജീവിതം തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഏറ്റവും വലിയ ശല്യം എന്ന് പറയുന്നത് ഈ കൂടെയുള്ള പുള്ളിയായി ഏറ്റവും വലിയ ശല്യം. എന്നിട്ട് ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ശല്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഈ ബബിത എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങി. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ പിന്നെയും ഈ ഒരു കെട്ടിയോനെ സഹിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങി. അവസാനം കുറേ ജോലികൾക്ക് വേണ്ടി അപേക്ഷിച്ച് ലാസ്റ്റ് പുള്ളിക്കാരിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ റെയിൽവേനകത്തൊരു ജോലിയാണ് കിട്ടിയത്. അപ്പോൾ ആ പുള്ളിക്കാരി അങ്ങനെ ആ ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഭർത്താവാണെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റേ ശാരീരികപരമായിട്ടുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളും അങ്ങനെ പീഡനവും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അതൊക്കെ ഒരു സൈഡിനകത്ത് ഉണ്ടായി. പക്ഷേ ഈ ജോലിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഒരു പരിധി വരെ അതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ജോലി സഹായിച്ചു. അപ്പോൾ അതൊക്കെ ആയിട്ട് പുള്ളിക്കാരി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സമയമായപ്പോഴത്തേക്ക് ഈ യൂണിയൻ, അതായത് ഈ സർക്കാർ ജോലികളിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് യൂണിയൻ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ ഈ ഒരു യൂണിയൻ എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് നല്ല കാര്യവും. കാര്യം എല്ലാവരായിട്ടൊക്കെ ഇങ്ങനെ നമുക്കൊരു യൂണിറ്റി ഒക്കെ ഉണ്ടാകും. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ യൂണിയൻ ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഈ യൂണിയൻ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. പക്ഷേ ഈ യൂണിയൻ്റെ തന്നെ ഒരു നെഗറ്റീവ് സൈഡാണ് ഈ ബബിതേനെ ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് പറഞ്ഞാൽ ഈ യൂണിയനകത്ത് ബബിത ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ യൂണിയൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഓരോ പണിക്കും, അതേപോലെ യൂണിയൻ്റെ ആൾക്കാരുടെ വീട്ടിനകത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഈ ബബിതേനെയും അതേപോലെ അവിടുത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പോയിട്ട് അവരെ ബലമായിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പോയിട്ട് അവിടുത്തെ ഓരോ പണിയെടുപ്പിക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ പുള്ളിക്കാരി ഫേസ് ചെയ്ത് വന്ന ഈ യൂണിയൻ്റെ ഭാഗത്തുനിന്ന് പുള്ളിക്കാരി ഫേസ് ചെയ്ത് വന്ന കാര്യങ്ങൾ പുള്ളിക്കാരി ജോഷ് ടോക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടുപോകും. ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി. അതായത് അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കേരള സാരി ഉടുത്തിട്ട് അവർക്ക് കുങ്കുമവും പൊട്ടും വെക്കാൻ നിൽക്കണം ഞങ്ങള്. പിന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, പൊറോട്ട ഉണ്ടാക്കണം, ഇങ്ങനത്തെ പണികൾ വരെ ഞങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരെ കൊണ്ട് അവർ ചെയ്യിക്കാൻ തുടങ്ങി. ഇത് ഞങ്ങളുടെ സ്റ്റാഫിന്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാലും അവിടെയുള്ള, അതായത് തമിഴ്നാടാണ്, അപ്പൊ അവിടെയുള്ള സീനിയർ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായി കാണണ്ട. കാര്യം ഇവിടെ അങ്ങനെയാണ്, നമ്മുടെ മേലുദ്യോഗസ്ഥൻ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ട്രാക്ക് മാൻ ആയിട്ടുള്ള ജോലിയാണ്. അവരുടെ മുഖം കറുപ്പിച്ചാൽ നിങ്ങൾ ഇന്ന് 100 മീറ്റർ ചെയ്യേണ്ടത് നാളെ നിങ്ങൾ 500 മീറ്റർ ചെയ്യേണ്ടി വരും. ഈ പൊരിയാണി വെയിലത്ത് നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ? അതൊക്കെ കേട്ടപ്പോൾ ശരി, നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കണ്ണു അടച്ചിരുന്നു. പക്ഷേ പോകെ ഞങ്ങൾ ലേഡീസിന്റെ അടുത്ത് വളരെ മോശമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ പെരുമാറാൻ തുടങ്ങി. അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കൂടിയാലോചിച്ച് ഇയാൾക്കെതിരെ ഞങ്ങൾ വീട്ടില് ഫംഗ്ഷന് വിളമ്പാൻ വേണ്ടി വിളിക്കലും അതേപോലെ കേരള സാരി ഉടുത്ത് നിൽക്കാൻ വേണ്ടി വിളിക്കലൊക്കെ പിന്നെ എത്തിച്ചെന്നതെന്ന് പറഞ്ഞാൽ അവരെ റൂമിനകത്തേക്ക് വിളിക്കണതും അതേപോലുള്ള പണിക്കൊക്കെയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവരെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിക്കാരാണ്, അല്ലാണ്ട് അവരാരും ശമ്പളം കൊടുത്ത് നിർത്തിയേക്കണ ആൾക്കാരല്ല. ഗവൺമെന്റ് ആണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇവരെയാണ് വിളിച്ചിട്ട് പോയിട്ട് ഇവരുടെ വീട്ടിനകത്തുള്ള ഓരോ ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ ഇവരുടെ കുറെ മറ്റേ പരിപാടികൾക്ക് വേണ്ടി വിളിച്ചിട്ട് പോണത്. ഇവർ കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ ജോലിയാണ്, അല്ലാണ്ട് ഇപ്പം ഇവരാരും ദാനം കൊടുത്ത ജോലിയൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ പക്ക ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു ജോലി ചെയ്തില്ലെങ്കിൽ, അതായത് അവർ പറയുന്ന ഈ ഒരു ജോലി ചെയ്തില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതിലും ഭയങ്കര ജോലിയായിരിക്കും തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു അങ്ങനെ അവരെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കണാണ്. ഇതേപോലെ കുറേ ആൾക്കാർ ചെല്ലുന്ന കൊണ്ട് തന്നെ ഇവർക്ക് ഒരു ധൈര്യമുണ്ട്. കാര്യം ഇതാരും പുറത്ത് പറയില്ല എന്നൊക്കെ ഉള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ടാണ്. കാര്യം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പണി ചിലപ്പോൾ കളയാനൊക്കെ ഇവർക്ക് പറ്റുമായിരിക്കും. കാര്യം ഇവരെന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ പണി പോവേ അല്ലെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ വല്ല സസ്പെൻഷൻ കിട്ടുക അങ്ങനെ വല്ലതൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പേടിച്ചിട്ട് ഇവർ ഈ പണി ചെയ്യും. ഇവർ പറയുന്നതൊക്കെ ചെയ്യേണ്ട ഒരു ബലമായിട്ട് ഇവർ ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാരും പുറത്ത് പറയില്ല. പക്ഷേ ഇവിടെ ബബിതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജോലി ഇല്ലെങ്കിലും പുള്ളിക്കാരിക്ക് വേറൊരു വരുമാന മാർഗ്ഗം ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അതിവിടെ ധൈര്യമായിട്ട് വന്ന് പുറത്ത് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരിയുടെ കാര്യം മാത്രമല്ല നോക്കണ്ട, വേറെയും ഇത് അനുഭവിച്ച് നിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ കുറച്ചും കൂടെ കണ്ടു.
ഞങ്ങളെ പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതെന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള വർക്ക് ലോഡ് ആവട്ടെ, എല്ലാ രീതിയിലും ഞങ്ങളെ ആ പിന്നീടുള്ള കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അരിയർ, പ്രൊമോഷൻസ്, ഞങ്ങൾക്ക് തരേണ്ട കുറെ കാര്യങ്ങൾ കട്ട് ചെയ്തു. ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രാൻസ്ഫർ. ഈ ഒരൊറ്റ പ്രോബ്ലം കാരണം ഞങ്ങളുടെ ട്രാൻസ്ഫർ പോലും അവരെടുത്തു മാറ്റി എന്നുള്ളതാണ്. അതായത് തിരുച്ചിറപ്പള്ളിയിൽ മാത്രം, സദേൺ റെയിൽവേയിൽ തിരുച്ചിറപ്പള്ളിയിൽ മാത്രം 9 വർഷമായിട്ട് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അവസാനം ഞങ്ങൾക്ക് മുന്നേ ഉള്ള സീനിയേഴ്സ് പോയി. ഈ ഒരു പ്രശ്നം 2017 നടന്നു. അതിനുശേഷം ഇന്ന് വരെ ട്രാൻസ്ഫർ തിരുച്ചിറപ്പള്ളിയിൽ നടന്നിട്ടില്ല. ബാക്കി എല്ലാ ഡിവിഷനുകളിലും 2 വർഷമായി ജോയിൻ ചെയ്ത് 2 വർഷം ആയവർ പോലും അവരുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ റെയിൽവേയിൽ ഒരു റൂൾ ഉണ്ട്, പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവരെ പരിഗണിക്കണം എന്നൊരു റൂള്. അതുപോലും അവർ കണക്കിലെടുക്കാതെ ഞങ്ങളെ അവിടെ ഇട്ട് ഇപ്പോഴും വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കും. അവിടെ യൂണിയനകത്തുള്ള ആൾക്കാരുടെ ശല്യം ഒട്ടുമേ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരെ ഒരു കംപ്ലൈന്റ് ഒക്കെ എഴുതി കൊടുത്ത് ഇവർക്കെതിരെ. പക്ഷേ അത് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ അനുഭവിച്ച കാര്യങ്ങളാണ് പുള്ളിക്കാരി ഇപ്പൊ പറഞ്ഞത്. അതായത് ഇവർക്കൊരു ട്രാൻസ്ഫർ കൊടുക്കൂല, അതേപോലെ തന്നെ ഇവർക്ക് കിട്ടേണ്ട ഇവർക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട പല കാര്യങ്ങളും ഇവർ ഈ ഒരു കംപ്ലൈന്റ് കൊടുത്ത കാരണം ഇവരത് തടയുന്ന ഒരു അവസ്ഥ വരെ വന്നു. അപ്പൊ ഇത്രയും അനുഭവിച്ചിട്ടാണ് അവിടെ ഓരോരുത്തരും ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പല വീട്ടുകാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഒരു സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്, അപ്പൊ നിന്റെ ലൈഫേ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പല ഇതുണ്ട്. ഇപ്പൊ നമ്മൾ സ്ത്രീകളുടെ കേസിനകത്താണ് ഇങ്ങനത്തെ കുറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ പുരുഷന്മാരുടെ കേസിനകത്താണെങ്കിൽ അവിടെയും ഉണ്ടാവും ഇതേപോലെ തന്നെ. ബീഗോകളാണെങ്കിലും അവർ പറയുന്ന പണി ചെയ്യേണ്ടതാണെങ്കിലും അങ്ങനത്തെ കുറെ ഇഷ്യൂകളൊക്കെ അവിടെ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു കേസിനകത്ത് നോക്കണമെങ്കിൽ ഇപ്പൊ ഈ സർക്കാർ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കിട്ടുന്നത് എപ്പോഴും നല്ലൊരു ഇതൊന്നുമല്ല. ഇതിന്റെയും ഒരു ഡാർക്ക് സൈഡാണ് ഇപ്പൊ ഇവർക്ക് ഈ പുറത്ത് പറയുന്നത്. ഇപ്പൊ ഇവരെ പോലുള്ളവരൊക്കെ ഇത് പുറത്തു വന്ന് പറയുന്നതുകൊണ്ട് നമ്മളൊക്കെ അറിയുന്നത്. അപ്പൊ ഇവര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിന്റെ പുറകിൽ തന്നെ നടന്നു പോകും. കാര്യം ഇതേപോലെയൊക്കെ എത്ര വിഷയങ്ങൾ പുറത്ത് പറയാത്തതുകൊണ്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഒന്ന് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊക്കെ വേണ്ട നടപടികളും കാര്യങ്ങളൊക്കെ വരും. കാര്യം ആരും പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനുള്ള നടപടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ബബിത ഇത് പറഞ്ഞതുകൊണ്ട് ഇനി ഇതിനെതിരെ എന്തെങ്കിലും നടപടികൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും ട്രാൻസ്ഫർ വരും എന്നുള്ള പ്രതീക്ഷയിൽ പല ആളുകളും അവിടെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം പല ആൾക്കാർക്കും പേരൻസ്, ഓൾഡ് ഏജ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്, അതുപോലെ ഫാമിലി ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 2 കുട്ടികളുണ്ട്. അവർ ടീനേജിൽ നിൽക്കുന്ന കുട്ടികളാണ്. അവരുടെ കൂടെ ഞാൻ നിൽക്കേണ്ടതാണ്. കാര്യം ഞാനൊരു സിംഗിൾ പേരന്റ് ആണ്. ആ കുട്ടികളുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ്. അപ്പൊ ഈ കുട്ടികളുടെ ഭാവി, അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു ട്രാൻസ്ഫർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ, ഇത്രയും വലിയ പബ്ലിക് സെക്ടറിൽ നടക്കുന്ന ഒരു യൂണിയന്റെ ഒരു നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ, 290 ആൾക്കാരുടെ ജീവിതം ഇത്രയും നാശത്തിൽ കൊണ്ടെത്തിക്കാൻ അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം ഇത്രയും ആളുകളുടെ ട്രാൻസ്ഫർ എന്ന സ്വപ്നവും അവരുടെ ജീവിതവുമാണ് നശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിലും ഞാൻ പെട്ടപ്പോൾ എനിക്കത് കൺഫേം ആയി. ഇനിയുള്ള ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു ട്രാൻസ്ഫർ കിട്ടാനായാലും ഇനി ഇവിടെ നിന്നൊരു മുകളിലേക്ക് കയറുക എന്നത് ഭയങ്കര എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ. കാര്യം അവരാരും ആ ഒരു പണി ചെയ്യേണ്ട ആൾക്കാരല്ല. കാര്യം ഇവരുടെ വീട്ടിനകത്ത് പോയിട്ട് ഇവരുടെ താളത്തിനൊത്ത് തുള്ളേണ്ട ആൾക്കാരല്ല ഇവരെന്ന് പറഞ്ഞു. ഇവരൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നേക്കുന്ന ആൾക്കാരാ. അപ്പൊ അങ്ങനെയുള്ളവരെ കഷ്ടപ്പെട്ട് പഠിച്ചൊരു ഗവൺമെന്റ് ജോലി കിട്ടിയ ഇവരെ കൊണ്ട് ഇമാതിരി പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അതിനെതിരെ കേസ് കൊടുക്കുമ്പോഴത്തേക്കും ഇവരുടെ ട്രാൻസ്ഫർ തടയുക, അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഇവർക്കെതിരെ, അതായത് അവർക്ക് ആ ജോലി തുടർന്ന് പോകാൻ പറ്റാത്ത രീതിക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുണ്ടായത്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ എല്ലാം സേഫാന്ന് ചിന്തിക്കുന്നവരൊക്കെ ഇതും കൂടെ, ഈ ഒരു സൈഡും കൂടെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും. അപ്പൊ ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊക്കെതിരെ എന്തെങ്കിലും നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. കാര്യം ഇതൊക്കെ ഇപ്പൊ ഈ ബബിത ഇത് പറഞ്ഞു, അതേപോലെ തന്നെ ഓരോരുത്തരും ഇതൊക്കെ തുറന്ന് പറയുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെന്ന് ആൾക്കാർ അറിയുള്ളൂ. കാര്യം അല്ലെങ്കിൽ ഇതൊക്കെ അറിയാതെ പോകും. അപ്പൊ മാക്സിമം ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ഒന്ന് പറയാൻ നോക്കാം മാക്സിമം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കട്ടെ. കാര്യം ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പൊ എനിക്ക് എത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ, സീ യു.